ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. ആദ്യത്തെ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ജസ്റ്റ് പറഞ്ഞിട്ടുള്ളത് എന്താണ് മധ്യകാലഘട്ടം. ഒന്നുകൂടി ആലോചിച്ച് നോക്കുക, എന്താണ് മിഡീവൽ പീരീഡ്, ഹൗ വി ക്യാൻ ഡിഫൈൻ മിഡീവൽ പീരീഡ്. അതിന്റെ നൂറ്റാണ്ടാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ കാലഘട്ടമാണ് ചോദിക്കുന്നത്. 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് മിഡീവൽ പീരീഡ്. ഇന്ത്യൻ ഹിസ്റ്ററി പ്രകാരവും അല്ലെങ്കിൽ മിഡീവൽ പീരീഡ് ഓഫ് കേരള എന്ന രീതിയിലും നമുക്ക് പറയാം. മധ്യകാല കേരളവും മധ്യകാല ഇന്ത്യയും രണ്ട് ചാപ്റ്ററുകൾ നമുക്ക് 6-ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അപ്പൊ ഇതിൽ രണ്ടിലും കോമൺ ഡേറ്റ് ആണ് 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് മധ്യകാലഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതേസമയം ലോക ചരിത്രത്തിൽ 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയാണ് മധ്യകാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. 5th and 15th century CE is called medieval period in world history. സെയിം സെന്റൻസ് തന്നെയാണ്, സംഖ്യ മാത്രം മാറ്റിയാൽ മതി. 8th and 18th century CE is called medieval period in Indian history അല്ലെങ്കിൽ കേരള ഹിസ്റ്ററി. ആ ഒരു രീതിയിൽ നമുക്ക് ഈ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യമായിരുന്നു നോട്ട്ബുക്കിൽ എഴുതുന്നത്. ഇനി നമ്മുടെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ക്വിസുകൾക്കും മറ്റും ചോദിക്കുന്ന രീതിയിൽ കുറച്ച് വൺ വേർഡ് ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗയാണ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുനയാണ്. ട്രിബ്യൂട്ടറി എന്നുള്ള വാക്ക് ആലോചിക്കുക. ട്രിബ്യൂട്ടറി പോഷക നദിയാണ്. യമുന നദി ഉത്ഭവിക്കുന്നത് ഉത്തരാഖണ്ഡിലെ യമുനോത്രിയിൽ നിന്നുമാണ്. ഡൽഹി ഏത് നദീതീരത്താണെന്ന് ചോദിച്ചാൽ യമുനയാണ്. ഇന്ത്യ ചരിത്രത്തിൽ ഏത് നൂറ്റാണ്ടുകളാണ് മധ്യകാലഘട്ടം എന്നറിയപ്പെടുന്നത്? 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് മധ്യകാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പേജ് നോട്ട്ബുക്കിൽ കുറിച്ചെടുക്കാം. വൺ വേർഡ് ആയിട്ട് ബുക്കിന് പിറകെ എഴുതുന്നതായിരിക്കും. വൺ വേർഡ് ചോദ്യങ്ങൾ ഒരു കളക്ഷൻ ആയിട്ടൊരു ബുക്ക് പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്യാൻ പറ്റും നമ്മൾ മുന്നോട്ട് പോകുന്തോറും. ഓക്കെ, അടുത്തത് നദീതീര പട്ടണങ്ങൾ. ഇത് USS പരീക്ഷയ്ക്കും അതുപോലെ ടെസ്റ്റ് എക്സാമിനും വേണ്ടിയുള്ള ഒരു നോട്ടാണ്. ഇതിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് വാരണാസിയും ഡൽഹിയും ഇതിനു മുമ്പേ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. പട്ടണങ്ങൾ. വാരണാസി ഗംഗാ നദിയുടെ തീരത്താണ് ഉത്തർപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇപ്പൊ മാറുന്ന 7-ാം ക്ലാസ്സിന്റെ പുസ്തകത്തിലാണ്. 13-ാമത്തെ ചാപ്റ്റർ ആയിരുന്നു ലാസ്റ്റ് ചാപ്റ്റർ. അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, USSന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡൽഹി പറയുന്നത് യമുനയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. അത് 6-ാം ക്ലാസ്സിന്റെ 1-ാമത്തെ ചാപ്റ്ററിൽ. അതിനോടൊപ്പം കുറച്ച് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, നമ്മുടെ പുസ്തകത്തിൽ പറയുന്ന കുറച്ച് സ്ഥലങ്ങളും അവയുടെ നദികളും ഒന്ന് നോട്ടാക്കി നൽകിയിട്ടുണ്ട്. വേണ്ടുന്നവർ മാത്രം ഉൾപ്പെടുത്തിയാൽ മതിയാകും. ടെസ്റ്റ് എക്സാമിന് വേണ്ടി പഠിക്കുന്നവർക്ക് ഇത് സീരിയസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ USS മറ്റ് മത്സര പരീക്ഷകൾക്കും ഉപയോഗിക്കാവുന്നതാണ്. ആഗ്ര, താജ്മഹൽ കേട്ടിട്ടുണ്ട്, സംശയമല്ല. യമുന ഉത്തർപ്രദേശ്. അജ്മീർ രാജസ്ഥാനാണ്, ലൂണി നദിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. ലൂണി നദിയുടെ മറ്റൊരു പ്രത്യേകത, ഇത് മരുഭൂമിയിൽ ആണ്. മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി. കൊൽക്കത്ത പശ്ചിമ ബംഗാളിലാണ്, ഹൂഗ്ലി നദിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. ഇതും തെറ്റിപ്പോകേണ്ട കാര്യമല്ല, പല പേരുകൾ പരിചിതമാണ്. കൊൽക്കത്ത, പശ്ചിമ ബംഗാൾ, ഹൂഗ്ലി. അഹമ്മദാബാദ് സബർമതി, ഗുജറാത്ത്. സബർമതി ആശ്രമം ഗുജറാത്ത് ആണെന്ന് അറിയാം. പട്ടണം അഹമ്മദാബാദാണ്. ഹംപി എന്ന് പറയുന്ന നദി തന്നെയാണ്, കർണാടകയാണ്. കാലടി, ശ്രീ ശങ്കരാചാര്യർ ജനിച്ചു. അദ്വൈത സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. അപ്പോൾ ശ്രീ ശങ്കരാചാര്യർ ജനിച്ചത് കാലടിയാണ്. നദിയുടെ പേര് പെരിയാർ. ഓരോ സ്ഥലങ്ങളും അവയുടെ സവിശേഷതകളും മനസ്സിലാക്കാൻ ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അടുത്തത്, ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ചരിത്ര സ്മാരകങ്ങൾ ഏതെല്ലാം? ഈ ഒരു പേരുകൾ ഒന്ന് പരിചയപ്പെട്ട് വെച്ചേക്കാം. നമ്മുടെ പാഠപുസ്തകത്തിലുള്ളതാണ്, 6-ാം ക്ലാസിന്റെ 1-ാമത്തെ യൂണിറ്റിലുള്ളതാണ്. കുത്തുബ് മിനാർ, അയൺ പില്ലർ ഇൻ മെഹ്റോളി. ഇരുമ്പ് സ്തംഭമാണ്. ഈ ഇരുമ്പ് സ്തംഭത്തിന്റെ പ്രത്യേകത, അത് ചുരുപ്പിക്കില്ല. പഴയകാലത്ത് നിലനിന്നിരുന്ന ആ ഒരു പ്രത്യേകത കാണിക്കുക. നമുക്കിപ്പോഴും ആ ടെക്നോളജി എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അത്തരത്തിൽ പണ്ട് കാലത്തെ ഇന്ത്യയുടെ കരവിരുത് കാണിക്കുന്നതാണ് അയൺ പില്ലർ ഇൻ മെഹ്റോളി. ഡൽഹിയിലെ ജുമാ മസ്ജിദ്, ചെങ്കോട്ട, ഇന്ത്യ ഗേറ്റ്. ഈ പേരുകളെല്ലാം നമുക്ക് മിഡീവൽ ഇന്ത്യ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. 6-ാമത്തെയോ 7-ാമത്തെയോ ചാപ്റ്റർ ആണ്. ആ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്.
ആരൊക്കെയാണ് ഇത് സ്ഥാപിച്ചത്, എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഓരോന്നിന്റെയും പ്രത്യേകതകൾ എന്തെല്ലാം തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് ഇതെല്ലാം കടന്നു പോകുന്നത്. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ചരിത്ര സ്മാരകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കുത്തബ് മിനാർ, അയൺ പില്ലർ ഇൻ മെഹ്റോളി, ഡൽഹിയിലെ ജുമാ മസ്ജിദ്, ചെങ്കോട്ട, ഇന്ത്യ ഉത്തരമായിട്ട് എഴുതാൻ കഴിയുന്നതാണ്. ഇനി വീണ്ടും ക്വിസിന് ഒരു സംശയം വരുത്താൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും ഇന്ത്യ ഗേറ്റും പേര് ഒരേപോലെയാണ്, പക്ഷെ ഇത് രണ്ടും രണ്ട് സ്ഥലത്താണ്. ഇന്ത്യയുടെ കവാടം, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പേരാണ് കേൾക്കുന്നതെങ്കിൽ അത് മുംബൈ ആണ്. അങ്ങനെ ആലോചിച്ചാൽ മതി. കവാടം മുംബൈ ആണ്. അതേസമയം ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്നത് ഒരു വാർ മെമ്മോറിയൽ ആണ്, ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മുംബൈയിലാണ്. അത് കിങ് ജോർജ് അഞ്ചാമന്റെ ഇന്ത്യ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ചതാണ്. രണ്ടും ചിത്രത്തിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയും. ഇന്ത്യ ഗേറ്റ് ആകെ ഒരൊറ്റ സംഭവമായിട്ട് നിൽക്കുന്നു. ഇന്ത്യ ഗേറ്റ് ന്യൂഡൽഹിയിലാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇതിന് 2-3 കവാടങ്ങളായിട്ട് ഉണ്ട്. ഇന്ത്യ ഗേറ്റ് ന്യൂഡൽഹിയിലാണ്, അതേസമയം ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മുംബൈയിലാണ്. ഈ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് ഒന്നാമത്തെ ചോദ്യം എന്താണ് മെഡീവൽ പീരീഡ് എന്നോട്ട് എന്നവരെ. 2 വൺ വേർഡ് ചോദ്യങ്ങൾ, ഓർത്തിരിക്കാൻ കഴിയുന്ന 5 വൺ വേർഡ് ചോദ്യങ്ങൾ. 3 മോണുമെന്റ്സിന്റെ പേര്. ഈ കാര്യങ്ങൾ ബുക്കിൽ ഉൾപ്പെടുത്തിയാൽ 2ാം ദിവസത്തിന്റെ നോട്ട് നിങ്ങൾക്ക് പൂർത്തിയാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും. നാളെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.